ശ്രീകൃഷ്ണപുരം വലമ്പലിമംഗലത്ത് പൊതുവഴിയിലെ ആൽമരം പൊട്ടിവീണ് വീട് തകർന്നു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി 12:30 സംഭവം. വലമ്പലിമംഗലം തെക്കേക്കോട്ടയിൽ രാമകൃഷ്ണന്റെ വീടാണ് തകർന്നത്. രാത്രി പെയ്ത മഴയിലാണ് പൊതുവഴിയിലെ ആൽമരത്തിന്റെ വലിയ കൊമ്പ് വീടിന് മുകളിലൂടെ പൊട്ടിവീണത്. വീടിന് സമീപമുണ്ടായിരുന്ന തൊഴുത്തിൽ കന്നുകാലികൾ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രി 12:30 ആലിൻ്റെ മരം പൊട്ടണ ശബ്ദം കേട്ടിട്ട് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഈ ആലിൻ്റെ മരം വീണു, വീടിൻ്റെ മുകളിൽ കൂടെ വീണു, പറ്റതാകുന്ന തൊഴുത്തിൻ്റെ മുകളിൽ കൂടി വീണു. പിന്നെ വീട് പോയി. വീടിന്റെ ഒരു ഭാഗം മുഴുവനായും തകർന്നിട്ടുണ്ട്. വീടിന് മുന്നിൽ നിർത്തിയിരുന്ന TVS XL സ്കൂട്ടറും തകർന്നു. വാർഡ് മെമ്പർമാരായ VC ഉണ്ണികൃഷ്ണൻ, പാലാംകുഴി മണികണ്ഠൻ, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഭാസ്കരൻ ചിങ്ങനഴി എന്നിവർ സ്ഥലം സന്ദർശിച്ചു. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട സാമ്പത്തിക സഹായങ്ങൾ പഞ്ചായത്ത് ഏറ്റെടുത്ത് ചെയ്യുമെന്ന് വാർഡ് മെമ്പർ VC ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇന്നലെ വൈകുന്നേരത്ത് രാത്രി 12:30 മണിക്ക് ഇവിടെ 1-ാം വാർഡിലെ ഈ പുനത്തപ്പടി തെക്കേക്കോട്ടയിലെ ഭാഗത്തുള്ള പഞ്ചായത്ത് അതിർത്തിയിൽ പഞ്ചായത്ത് റൂട്ടിൽ നിൽക്കുന്ന ആൽമരം 12 പൊട്ടുകയും അത് ചെറിയൊരു കാറ്റും മഴയും ഉള്ളത് കാരണം കൊണ്ട് ആ കാറ്റിലാണ് ആ മരം പൊട്ടിയിരിക്കുന്നത്. മരത്തിൻ്റെ മുൾഭാഗം മൊത്തം പൊട്ടി ഈ വീടിൻ്റെ ദേഹത്തൊക്കെ വീണിരിക്കുന്നത്. അതിലുപരി ഈ പൊട്ടുന്ന സൗണ്ട് കേട്ട് ഇവിടെ താമസിക്കുന്ന രാമകൃഷ്ണൻ പെട്ടെന്ന് ചാടി നീട്ട് വീഴുകയും അതുകൊണ്ട് അവന് അപകടം പറ്റിയില്ല. അതുപോലെ തന്നെ 2 പശുവുണ്ട് തൊട്ടത്. ആ പശുവിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വേഗം കയറച്ച് വീഴുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തായാലും ശരി, ഇത് ഇന്ന് രാവിലെ അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ വിളിച്ചു. രാവിലെ പഞ്ചായത്തിൽ നിന്ന് ഞാൻ വന്നിരുന്നു. വന്ന സമയത്ത് തന്നെ വിളിച്ചു വെച്ചു. വില്ലേജ് ഓഫീസിൻ്റെ ഫോട്ടോ എടുത്തിട്ടൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറി പറഞ്ഞപ്പോൾ ഒരു അടിയന്തര മീറ്റിംഗ് ഞങ്ങളവിടെ കൂടിയിട്ടുണ്ട്. ആ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ആ മരം വീണതിൻ്റെ വെട്ടുചെലവ് ഇന്ന് പഞ്ചായത്ത് ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള സാമ്പത്തിക സഹായത്തിനുള്ള എല്ലാ കാര്യങ്ങളും നാളെ വില്ലേജുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തി ചെയ്തു കൊടുക്കുമെന്നാണ് എന്നോട് സൂചിപ്പിക്കാനുള്ളത്.